ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് PSC എക്സാമിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നേരെ ഇന്ന് നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് കുമ്പളങ്ങിയിലാണ്. അവിടത്തേക്ക് നമ്മൾ പോയ കാര്യം ഒന്നും പറയണ്ട, ഭയങ്കര തിരക്കായിരുന്നു. എറണാകുളത്തെ തിരക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ദിവസവും പോയി വരുന്നവർ എങ്ങനെ പോയി വരുന്നെന്ന് ഓർക്കുന്ന രീതിയിലുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ബസ്സും ബൈക്കും കാറും എല്ലാം രണ്ട് സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വരിയല്ലേ ഉള്ളൂ. അതും ചെറിയ വരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര താഴെയാണെങ്കിൽ നിറച്ച് കുണ്ടും കുഴിയും ചെളി. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലേ. അങ്ങനെ നമ്മൾ എൻ്റെ പൊന്നോ കഷ്ടപ്പെട്ട ഒരു സമയത്താണ് കേട്ടോ അവിടെ എത്തിയത്. നമുക്കെന്തെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എറണാകുളത്ത് ഒരു പിടുത്തവും ഇല്ലാത്തൊരു പോക്കാണിത്. കുമ്പളങ്ങിയിൽ സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. പക്ഷേ ഇത് വേറെ എവിടേക്കോ കറങ്ങി വൈറ്റില ഹബ്ബ് വഴിയൊക്കെ എൻ്റെ ഇടയ്ക്ക് കൂടി വേറെ ഒരു റൂട്ട് അങ്ങനെയൊക്കെ ചോദിച്ച് ഇതേ ഒരുവിധം ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂറോളം എടുത്ത് ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ആ ഒരു കുമ്പളങ്ങി പ്രദേശത്ത് സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടൽ പോലും ഇല്ല. എന്തുമാത്രം എന്തോ പട്ടിക്കാട് പോലൊരു സ്ഥലം. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് വരുന്ന വഴി ആലുവയ്ക്ക് തെക്ക് ഭാഗത്തുള്ള മുഴുവൻ എറണാകുളത്തിൻ്റെ പ്രദേശങ്ങളും കറങ്ങിയിട്ടാണ് ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ ഈ മറൈൻ ഡ്രൈവ് അങ്ങനത്തെ ഫോർട്ട് കൊച്ചി അങ്ങനെയൊക്കെ കറങ്ങി നമ്മൾ ക്രിസ്മസിൻ്റെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെൻഡാമേനകയിൽ ഒരു വിധം എത്തിച്ചേർന്നേ. പിന്നെ പെൻഡാമേനയ്ക്കുള്ളിൽ നമുക്കറിയാമല്ലോ, എൻ്റെ പൊന്നേ അകത്ത് കയറിയിട്ട് നമുക്ക് തിരിച്ച് വരാനും തോന്നില്ല. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്നതും ബുദ്ധിമുട്ടാട്ടോ. നമ്മളും കുറച്ച് ഒരുപാട് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ട്രീ നമ്മൾ ഇണക്കിയെടുക്കുവാണ്. ട്രീ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ട്രീയുടെ മറ്റേ പുൽക്കൂടില്ലേ, അതൊക്കെ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും നമുക്കിഷ്ടമാണ് ഇങ്ങനെ ക്രിസ്ത്യൻസ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ. അപ്പം ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ പൊന്നെ ഇത് രാത്രിയാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. ഇതൊരു 5 മണി 6 മണിയായി. നമുക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സ്ഥലവും അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫാമിലി അവിടെയാണ്, പൂച്ചാക്കലാണ്. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് വൈറ്റിലായതുകൊണ്ട് തന്നെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഞങ്ങളും ഇറങ്ങും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് എൻ്റെ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഒരു മുന്തിരി ജ്യൂസും കുടിച്ച് ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഫാമിലി. പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ അച്ഛന് വയ്യായിരിക്കും, അപ്പോൾ അവിടെ പോയി അച്ഛനെയും കണ്ടു. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പൊറോട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ നിതിന് ചോറ് മതി എന്ന് പറഞ്ഞ് ചോറും ഒക്കെ കഴിച്ച്. പിന്നെ ഇതാണ് നമ്മുടെ ഡാൻസർ ജാൻകുട്ടിയെ, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുവേ. പിന്നെ വീഡിയോ എടുക്കാനുള്ള ശേഷി സത്യമായിട്ടും ഇല്ലായിരുന്നേ. ഇനി ക്രിസ്മസ് ഒരുക്കങ്ങളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ.